നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കെട്ടിടം അനധികൃതമായി കയ്യേറി മുൻ മന്ത്രിയും കഴക്കൂട്ടം എംഎൽഎയുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി പൊതുപ്രവർത്തകനായ പായ്ച്ചിറ നവാസ്. കഴിഞ്ഞ 10 വർഷക്കാലമായി തന്നെ എംഎൽഎ അനധികൃതമായി കെട്ടിടം ഓഫീസ് ആവശ്യങ്ങൾക്കായി തന്നെ ഉപയോഗിച്ചു വരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉള്ളൂർ ജംഗ്ഷന് സമീപമായി തന്നെ പ്രവർത്തിക്കുന്ന ഇരുനില കെട്ടിടം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടുകിടപ്പുകാർക്കും വാടക വ്യവസ്ഥയിൽ താമസിക്കുന്നതിനായി തന്നെ നിർമ്മിച്ചതാണ്. എന്നാൽ ഈ കെട്ടിടം കയ്യേറി ഓഫീസായി പ്രവർത്തിച്ചു വരികയാണ്. വാടക പോലും നൽകാതെയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത്. കൃത്യമായ ഓഡിറ്റ് പോലും ഇവിടെ നടക്കുന്നില്ല എന്നും പായ്ച്ചിറ നവാസ് നൽകിയ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം നൽകിയ പരാതിയുടെ പകർപ്പ് കർമ്മ ന്യൂസിന് ലഭിച്ചു. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പരാതിക്കാരൻ നിരവധി പരാതികളും പൊതു താൽപര്യ വ്യവഹാരങ്ങളും വിവിധ അധികാര സ്ഥാപനങ്ങളും ബഹുമാനപ്പെട്ട കോടതികളിലും തിരുവനന്തപുരം നഗരസഭാ സെക്രട്ടറിയായ താങ്കൾക്കും നൽകിയിട്ടുള്ള വ്യക്തിയായ തിരുവനന്തപുരം സ്വദേശിയും പൊതുപ്രവർത്തകനുമാണ്. നിലവിൽ സജീവ ചർച്ചയായിരിക്കുന്ന വിഷയമാണ് നഗരസഭയുടെ വകയിലും അധികാരത്തിലും പൂർണ്ണ നിയന്ത്രണത്തിലുമുള്ള കെട്ടിടങ്ങൾ, മുറികൾ എംഎൽഎമാർ അനധികൃതമായും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും കയ്യേറ്റം നടത്തി ഓഫീസായും മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നത്. കഴക്കൂട്ടം എംഎൽഎ ആയ കടകംപള്ളി സുരേന്ദ്രൻ എന്ന എതിർകക്ഷി ആദ്യ ഇടതുപക്ഷ ഭരണത്തിൽ മന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോൾ എംഎൽഎ ആയി പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിലും സമയത്തും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും താഴേക്ക് പോകുമ്പോൾ ഉള്ളൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായി തന്നെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരസഭയുടെ ഇരുനില കെട്ടിടം അദ്ദേഹത്തിന്റെ ഓഫീസായി അനധികൃതമായി ഉപയോഗിച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടുകിടപ്പുകാർക്കും വാടക വ്യവസ്ഥയിൽ താമസിക്കുന്നതിനായി നിർമ്മിച്ചതാണ്. എന്നാൽ ഈ കെട്ടിടത്തിൽ അനധികൃതമായി വാടക പോലും നൽകാതെ EK നയനാർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഒരു സൊസൈറ്റിയും കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎയുടെ ഓഫീസും കഴിഞ്ഞ 10 വർഷമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിലെ മുറികൾ പലപ്പോഴും രോഗികൾക്കോ രോഗിയുടെ കൂട്ടുകിടപ്പുകാർക്കോ ലഭിക്കാറില്ല. ഇവിടെ യാതൊരുവിധ കണക്കുകളോ കാര്യങ്ങളോ സൂക്ഷിക്കാറില്ല. വർഷങ്ങളായി തന്നെ ഇവിടെ ഇതിന്റെ ഓഡിറ്റ് പോലും നടക്കുന്നില്ല. സമക്ഷത്തിൽ നിന്നും ദയവുണ്ടായി പരാതി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നിപ്പോൾ അപേക്ഷിക്കുന്നു. ഇതാണ് ഈ ഒരു പരാതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഇത്തരത്തിൽ എംഎൽഎമാർ അനധികൃതമായി തന്നെ കെട്ടിടങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് തിരുവനന്തപുരം മേയർ കൂടിയായ VV രാജേഷ് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനെല്ലാം പിന്നാലെ ഇപ്പോൾ പല സ്ഥലങ്ങളിലായി തന്നെ ഇത്തരത്തിൽ എംഎൽഎമാർ കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പരാതികളാണ് ഉയർന്നു വരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പൊതുപ്രവർത്തകൻ കൂടിയായ പായ്ച്ചിറ നവാസ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.